നമസ്കാരം. ശ്രീഭദ്ര ജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. 2025 സാമാന്യ നക്ഷത്ര ഫലങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് തിരുവാതിര നക്ഷത്രത്തിൻ്റെ 2025 എന്ന വർഷത്തെ സാമാന്യ ഫലങ്ങൾ എന്താണ് എന്നാണ് നമുക്ക് നോക്കാനുള്ളത്. തിരുവാതിര നക്ഷത്രം പൂർണ്ണമായിട്ടും മിഥുനക്കൂറിൽ ഉൾപ്പെട്ട് വരുന്ന നക്ഷത്രമാണ്. ഈ വർഷത്തെ ഗ്രഹ സഞ്ചാരങ്ങളിൽ പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് മാർച്ച് 29 ശനി മീനം രാശിയിലേക്ക് കടക്കുന്നതും മെയ് 14 വ്യാഴം ഇടവത്തിൽ നിന്നും മിഥുനത്തിലേക്ക് ട്രാൻസിറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ മെയ് 18 രാഹു കേതുക്കളുടെ രാശിമാറ്റവുമാണ്. രാഹു മീനത്തിൽ നിന്നും കുംഭത്തിലേക്കും വരുന്നു, കേതു കന്നിയിൽ നിന്ന് ചിങ്ങത്തിലേക്കും വരുന്നു. അപ്പോൾ ഈ 4 പ്രധാന ഗ്രഹമാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തെ വളരെയേറെ ബാധിക്കുന്ന രീതിയിലാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലും മറ്റ് താൽക്കാലിക ഗ്രഹസ്ഥാനങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയും, അതായത് സൂര്യന് ബുധന് ശുക്രനൊക്കെ ഒരു മാസം ഏകദേശം ഒരു രാശിയിൽ കൂടെ സഞ്ചരിക്കുന്നു, ചൊവ്വയാണെങ്കിൽ 1.5 മാസം ഒരു രാശി സഞ്ചരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ കൂടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ഫലം തയ്യാറാക്കിയിട്ടുള്ളത്. തിരുവാതിര നക്ഷത്രക്കാരുടെ ഫലം നോക്കുമ്പോൾ വർഷത്തിൻ്റെ തുടക്കത്തിൽ ശനി അവരുടെ ഭാഗ്യഭാവമായ 9 നിൽക്കുന്നത്. വ്യാഴമാണെങ്കിലോ ചെലവിൻ്റെ ഭാവമായ 12 വ്യയത്തിൻ്റെ അല്ലെങ്കിൽ ചെലവിൻ്റെ ധനച്ചെലവ് തുടങ്ങിയ കാര്യങ്ങളുടെ ഭാവമായ 12 നിൽക്കുന്നത്. 12 ഭാവം കൊണ്ട് കുറേ കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട്. നമുക്ക് ഏറ്റവും പരിചിതമായ കാര്യം പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ശനിയുടെ ആനുകൂല്യം ലഭിക്കുന്നത് കൊണ്ട് തന്നെ ഈ സമയത്ത് കാര്യങ്ങൾ വലിയ പ്രയാസം കൂടാതെ സാധിക്കും. അപ്പോൾ ശനി ഭാഗ്യഭാവത്തിൽ നിൽക്കുന്നു, വ്യാഴം നിർഭാഗ്യഭാവത്തിൽ മറഞ്ഞ് നിൽക്കുന്നു. അപ്പോൾ വ്യാഴത്തിൻ്റെ ആനുകൂല്യമില്ല, ദൈവാധീന കുറവുണ്ടെങ്കിലും ശനിയുടെ ഗുണം കൊണ്ട് കുറേ കാര്യങ്ങളങ്ങ് സാധിച്ചു പോകും. പ്രവർത്തന രംഗത്ത് സാമാന്യം തൃപ്തികരമായിട്ട് പ്രവർത്തിക്കാൻ കഴിയും. മത്സരങ്ങളിലും തർക്കങ്ങളിലുമൊക്കെ വിജയിക്കാനായിട്ട് സാധിക്കും. ഇപ്പോഴുള്ള വ്യാപാരത്തിൻ്റെ പുറമെ അനുബന്ധമായിട്ടൊരു ബിസിനസ് തുടങ്ങാനായിട്ട് ആലോചിക്കുന്നതാണ്. ചിലപ്പോൾ അതിനുള്ള പ്രാരംഭ നടപടികളിലേക്ക് കടക്കാനായിട്ട് സാധിക്കും. സാമ്പത്തികമായിട്ട് കുറേ സുസ്ഥിതി കൈവരിക്കാൻ സാധിക്കുന്നതാണ്. സാമ്പത്തികമായിട്ടൊരു സ്വസ്ഥ അവസ്ഥ, അത്യാവശ്യത്തിന് പണം കയ്യിലെടുക്കാനുള്ള ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരും. കടങ്ങളൊക്കെ ഒരല്പം കുറയും. കുടുംബാംഗങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കി അത് പരിഹരിക്കാൻ മുൻകൈയെടുക്കും. അതുപോലെ കുടുംബയോഗങ്ങളൊക്കെ നടത്താനായിട്ട് മുൻകൈയെടുക്കും. IT മേഖലയിൽ പൊതുവെ സാങ്കേതിക രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഈ കാലം അനുകൂലമാണ്. വർഷത്തിൻ്റെ തുടക്കത്തിലെ കാര്യമാണ് ഈ പറഞ്ഞത്. 3 മാസം കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ശനി മീനൻ രാശിയിലേക്ക് കടക്കും. അപ്പോൾ ആ സമയത്ത് തിരുവാതിര നക്ഷത്രക്കാർക്ക് ക്രമേണ തടസ്സങ്ങൾ അനുഭവപ്പെട്ട് തുടങ്ങും. മാർച്ച് അവസാനം മുതൽ കർമ്മഭാവത്തിൽ കണ്ടകശനി വരുന്നു. ശനി 10 വരുന്നത്. അപ്പോൾ എന്താണ്? കർമ്മരംഗത്ത് വിഷമത വർദ്ധിച്ച് വരും. ചെറിയ ചെറിയ തടസ്സങ്ങളായിട്ട് അങ്ങനെ തുടങ്ങും. പിന്നെ ആ തടസ്സങ്ങൾ വർദ്ധിച്ചു വരും. ജോലി സ്ഥലത്ത് ബുദ്ധിമുട്ടുകളുണ്ടാകും. ഇടപാടുകളിൽ കണിശത പുലർത്തിയില്ലെങ്കിൽ അബദ്ധങ്ങൾ സംഭവിക്കും. ശനി അനുകൂലമല്ല എങ്കിലും ഈ വർഷം ഈ ജോലി തേടുന്നവർക്ക് അനുകൂലമായ സാഹചര്യം ഉണ്ടാകും. അതുപോലെ തന്നെ ഈ വർഷം വിദേശയാത്ര ചെയ്യാനും യോഗമുണ്ട്. എന്ന് പറഞ്ഞാൽ ശരിക്കും യോഗം എന്തിനാണെന്നറിയോ? വീട് വിട്ട് മാറി നിൽക്കാനാണ്. അപ്പോൾ വിദേശയാത്രയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ഇത് രണ്ടും നടക്കും. വീട് വിട്ട് മാറി നിൽക്കാം, എന്നാൽ നമ്മുടെ ആവശ്യവും നടക്കും. ഇപ്പം കേരളത്തിൽ തന്നെ ജോലി ചെയ്യുന്ന ആളുകൾക്കാണെങ്കിൽ വീട് വിട്ട് കുറച്ച് ദൂരേക്ക് മാറി ജോലി ചെയ്യേണ്ട, ട്രാൻസ്ഫർ വന്നിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസൈൻമെൻറ്റ് കിട്ടിയിട്ടോ വീട് വിട്ട് ദൂരേക്ക് മാറി നിൽക്കേണ്ട അവസ്ഥകൾ ഉണ്ടായേക്കാം. ഉദ്യോഗസ്ഥർക്ക് സ്ഥലം മാറ്റമൊക്കെ ലഭിച്ചാലും ഉദ്ദേശിച്ച രീതിയിൽ അനുകൂലമായ സ്ഥലത്തേക്ക് ലഭിക്കാൻ സാധ്യതയില്ല. എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ ആഗ്രഹിച്ച് ചോദിച്ചിരുന്ന സ്ഥലത്തേക്കൊന്നും സ്ഥലമാറ്റം കിട്ടണമെന്നില്ല. സ്ഥലമാറ്റം നമുക്ക് കിട്ടിയാലും അത് അത്ര അനുകൂലമാകണമെന്നും ഇല്ല. മേലധികാരികളിൽ നിന്ന് പ്രതികൂല അനുഭവങ്ങൾക്കും ഈ വർഷം സാധ്യതയുണ്ട്. അപ്പോൾ ശനി അനുകൂലമല്ലല്ലോ, കർമ്മഭാവത്തിൽ ശനി വരുന്നത് കൊണ്ട്. അതുപോലെ വലിയ മുതൽ മുടക്കുള്ള വ്യാപാരങ്ങൾക്ക് ഈ വർഷം അത്ര അനുകൂലമല്ല. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ വർഷമധ്യത്തിന് ശേഷം, അതായത് ഒരു മെയ് മാസം കഴിയുമ്പോഴത്തേക്കും മറ്റുള്ളവർക്കായിട്ട് ജാമ്യം നിൽക്കുന്നതും അതുപോലെ തന്നെ കൃത്യമായി അറിയാത്ത കാര്യങ്ങളിൽ അഭിപ്രായം പറയുന്നതും പൂർണ്ണമായും ഒഴിവാക്കണം. അതുപോലെ തന്നെ പണം കടം കൊടുക്കുന്നതും വാങ്ങുന്നതും അത്ര നന്നല്ല. അത്യാവശ്യമായിട്ട് വന്നാൽ കൃത്യമായ രേഖകൾ സൂക്ഷിച്ചുകൊണ്ട് മാത്രമേ അത്തരം ഇടപാടുകൾ ചെയ്യാവുള്ളൂ. പണമിടപാടുകൾക്ക് കൃത്യമായ രേഖകൾ സൂക്ഷിക്കണം. എത്ര അടുത്ത സുഹൃത്താണെങ്കിലും എത്ര അടുത്ത ബന്ധുവാണെങ്കിലും സഹോദരങ്ങൾ തന്നെയാണെങ്കിൽ പോലും
ഒരു രേഖ വാങ്ങിച്ചുകൊണ്ട് പണമിടപാട് നടക്കുന്നതാണ് ഈ സമയത്ത് നല്ലത്. കാരണം 2 കാരണമുണ്ട്. അതിൽ ഒന്ന് നമ്മൾ പറഞ്ഞു, ശനി കർമ്മഭാവത്തിൽ വരുന്നു. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ ഈ ശനിമാറ്റം വന്ന ശേഷം വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അബദ്ധങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ മറ്റൊന്ന് ഉണ്ട്, മെയ് മാസം പകുതി കഴിയുമ്പോഴത്തേക്കും വ്യാഴം ഈ തിരുവാതിര നക്ഷത്രക്കാരുടെ ജന്മക്കൂറിലേക്ക് സഞ്ചരിക്കും. അതായത് ഇടവത്തിൽ നിന്ന് മിഥുനത്തിലേക്ക് ട്രാൻസിറ്റ് ചെയ്യും. അപ്പം മിഥുന കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ജന്മവ്യാഴമാണ്. അപ്പോൾ ജന്മവ്യാഴം എന്ന് പറഞ്ഞാൽ ഭാഗ്യാനുഭവങ്ങൾ കുറയ്ക്കുകയും കുറേ ദുഃഖാനുഭവങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. അപ്പം കണ്ടകശനിയും വരുന്നു, ജന്മവ്യാഴവും വരുന്നു. ഈ 2 കാര്യം ഉള്ളതുകൊണ്ടാണ് സൂക്ഷിക്കണമെന്ന് പറഞ്ഞത്. എങ്കിലും ചില കാര്യങ്ങളിൽ ഗുണമുണ്ടാകും. എന്താണ്? അവിവാഹിതർക്ക് വിവാഹം നടക്കാൻ യോഗമുണ്ട്. എങ്കിലും പൂർണ്ണ തൃപ്തി ലഭിക്കാത്ത അവസ്ഥ നേരിട്ടേക്കാം. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ളൊരു പങ്കാളിയെ ലഭിക്കാൻ ബുദ്ധിമുട്ട് നേരിട്ടേക്കാം. അല്ലെങ്കിൽ നമുക്ക് ലഭിക്കുന്ന പങ്കാളി നമ്മൾ വളരെ പ്രതീക്ഷയോടെയാണ് വിവാഹത്തിലേക്ക് കടക്കുന്നതെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള സ്നേഹമോ പരിഗണനയോ ഉള്ള ആളാകണം എന്നില്ല. ഇതൊരു സാധ്യത മാത്രമാണ് പറഞ്ഞത് കേട്ടോ. എന്ന് വിചാരിച്ച് നിങ്ങൾ കല്യാണം കഴിക്കുന്നവരൊക്കെ പങ്കാളി അങ്ങനെയാണ് എന്ന് വിചാരിക്കരുത്. ഒരു സാധ്യത ഉണ്ട്, ഇങ്ങനെ ഗ്രഹ മാറ്റം സംഭവിക്കുന്നത് കൊണ്ട് പരിപൂർണ തൃപ്തി ലഭിക്കാത്ത അവസ്ഥ ഉണ്ടായേക്കാം ദാമ്പത്യത്തിൽ. വിദേശത്ത് കഴിയുന്നവരുടെ തൊഴിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് സാധിക്കും. അതുപോലെ വൃദ്ധജനങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ ജാഗ്രത വേണം. വീട്ടിലെ അച്ഛനമ്മമാരുടെ കാര്യത്തിലും അതുപോലെ മുത്തശ്ശൻ മുത്തശ്ശി തുടങ്ങിയവരുടെ കാര്യത്തിലൊക്കെ നല്ലൊരു ശ്രദ്ധ പുലർത്തേണ്ട കാലമാണ്. ഇനി ഏറ്റവും രസകരമായൊരു കാര്യം, നിങ്ങൾക്ക് പലർക്കും ഈ ശനിയുടെയും വ്യാഴവും ദോഷകരമായിട്ട് വരുമ്പോൾ അനുഭവമുള്ളതായിരിക്കും. നല്ലത് പ്രതീക്ഷിച്ച് ചെയ്ത് കൊടുക്കുന്ന ഉപകാരങ്ങൾക്ക് പോലും ബന്ധുക്കളിൽ നിന്നോ സുഹൃത്തുക്കളിൽ നിന്നോ ഒക്കെ പഴി കേൾക്കേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാകും. അത് വലിയ വേദന ഉണ്ടാക്കുന്ന കാര്യമാണ്. അവർക്ക് നന്മ വരട്ടെന്നോർത്തായിരിക്കും നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. കാര്യം സാധിച്ചു കഴിയുമ്പം നമ്മളെ പതുക്കെ കുറ്റപ്പെടുത്തുകയോ അല്ലെങ്കിൽ ഒഴിവാക്കുകയോ ചെയ്യുന്ന അവസ്ഥ. അതുമൂലം അല്പം മനപ്രയാസം ഉണ്ടാകാനുള്ള സാധ്യതയും ഈ വർഷം ഉണ്ട്. പിന്നെ നമുക്ക് നോക്കേണ്ടത് ചൊവ്വയുടെ കാര്യമാണ്. വർഷാരംഭത്തിൽ ജന്മരാശിയിലാണ് ചൊവ്വയുടെ സഞ്ചാരം. പിന്നെ വക്രഗതിയിൽ ചൊവ്വ സഞ്ചരിക്കുന്നു. ജനിച്ച കൂറിൽ ചൊവ്വ സഞ്ചരിക്കുന്ന അത്ര അനുകൂല ഫലമല്ല ഉണ്ടാക്കുന്നത്. ചില തീരുമാനിച്ച കാര്യങ്ങളിൽ ചിലത് നീട്ടിവെക്കേണ്ടി വരും. അതുപോലെ തന്നെ ചെറിയ പരിശ്രമം കൊണ്ട് നേടേണ്ട കാര്യങ്ങൾ കൂടുതൽ സമയമെടുത്ത് ആയിരിക്കും നമുക്ക് ലഭിക്കുന്നത്. പിന്നെ സ്വന്തമായിട്ട് ചെയ്യുന്ന ബിസിനസ്സുകളിൽ ഒരുപാട് മുതൽ മുടക്കാനും ഈ ചൊവ്വയുടെ സ്ഥിതി കൊണ്ട് കാലം അനുകൂലമല്ല. അതുപോലെ വാഹനം, ആയുധം തുടങ്ങിയവ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഇത് പിന്നെ വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ ശ്രദ്ധിച്ചേക്കുക, അതാണ് നല്ലത്. അതിനുശേഷം ചൊവ്വ അനുകൂലമായിട്ട് വരും. പിന്നെ മെയ് മാസത്തിൽ രാഹു 9ാം ഭാവത്തിലേക്ക് വരുന്നത് കുറച്ച് ഗുണഫലങ്ങളൊക്കെ ചെയ്യും. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കുറയാനായിട്ട് സഹായിക്കും. നമുക്ക് തടസ്സപ്പെട്ട് കിടന്നിരുന്ന ചില സാമ്പത്തിക ആനുകൂല്യങ്ങളൊക്കെ വന്നു ചേരും. പക്ഷേ ഈ രാഹു ഒരു പാപഗ്രഹമാണ്. വിഷത്തിൻ്റെയും അപവാദങ്ങളുടെയൊക്കെ കാരകത്വമുള്ള ഗ്രഹമാണ്. അതുകൊണ്ട് കുറേ തർക്കങ്ങൾക്കോ വഴക്കിനോ ഒക്കെ ഇരയാകേണ്ട അവസ്ഥയും ഉണ്ടായേക്കാം. കാരണം എന്താണ്? ദൈവാധീനം കുറവാണ് വ്യാഴത്തിൻ്റെ, ജന്മവ്യാഴത്തിൻ്റെ അവസ്ഥ കൊണ്ട്. ശനിയാണെങ്കിൽ കണ്ടകശനിയുമാണ്. പിന്നെ കേതു 3ലേക്കാണ് വരുന്നത്. അത് വലിയ ദോഷം ചെയ്യുകയില്ല. സഹോദരങ്ങളുമായിട്ട് അല്പം രമ്യതക്കുറവ് വരാനുള്ള സാധ്യതയുണ്ട്. മാതാപിതാക്കളുടെയും വീട്ടിലെ പ്രായമായവരുടെയും ആരോഗ്യസ്ഥിതി ശ്രദ്ധിക്കണം. അവർക്ക് എന്തെങ്കിലും അസുഖമൊക്കെ ഉണ്ടായാൽ നല്ലൊരു ഡോക്ടറെ കണ്ട് ചികിത്സിക്കുക. ഇനി നമുക്ക് പരിഹാര കാര്യങ്ങളിലേക്ക് നോക്കാം. തിരുവാതിര നക്ഷത്രക്കാർ ശിവന് വഴിപാടുകൾ ചെയ്യുന്നത് വളരെ ഗുണകരമാണ്. ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാകാനായിട്ട് ഏറ്റവും നല്ലതാണ്. അതോടൊപ്പം ഗണപതി ഭഗവാനും സർപ്പദൈവങ്ങൾക്കും കൂടെ വഴിപാട് ചെയ്യുകയാണെങ്കിൽ വളരെയേറെ ഗുണഫലങ്ങൾ ഉണ്ടാകും. ദോഷങ്ങൾ നന്നായിട്ട് കുറഞ്ഞിട്ട് ഗുണഫലങ്ങൾ കൂടി നിൽക്കാനായിട്ടത് സഹായിക്കും. പിന്നെ തിരുവാതിര, ചോതി, ചതയം, അതായത് തിരുവാതിരയും അതിൻ്റെ അനുജന്മ നാളുകളും ആ ദിവസങ്ങളിൽ ക്ഷേത്രദർശനം നടത്തുന്നത് നല്ലതാണ്. അന്നദാനം പോലുള്ള സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത് വളരെ നല്ലതാണ്. കുടുംബദേവതയ്ക്ക് പക്കപ്പിറന്നാൾ ദിനത്തിൽ ഒരു അർച്ചന ചെയ്താൽ ദോഷഫലം നന്നായിട്ട് കുറയുന്നതാണ്. പിന്നെ അവർ ശ്രദ്ധിക്കേണ്ടത് സൂര്യദശ, രാഹുദശ, കേതുദശ, ഈ ഇതിലേതെങ്കിലും ദശ നക്ഷത്രദശാകാലത്താണ് അവർ മുന്നോട്ട് പോകുന്നെങ്കിൽ, സൂര്യദശയിലോ രാഹുദശയിലോ കേതുദശയിലോ നമുക്ക് ആ ജാതകം എടുത്ത് നോക്കിയാൽ അറിയാം ഇപ്പോഴേത് ദശയാണ് ഉള്ളതെന്ന്. അപ്പോൾ അങ്ങനെ ഈ ഗ്രഹങ്ങളുടെ ദശാകാലമോ അല്ലെങ്കിൽ അപഹാരകാലമോ ഒക്കെ ആണെങ്കിൽ തിരുവാതിര നക്ഷത്രക്കാർ ഗ്രഹദോഷ പരിഹാര കർമ്മങ്ങൾ കൃത്യമായിട്ട് അനുഷ്ഠിക്കേണ്ടതാണ്.
അങ്ങനെയാണെങ്കിൽ ദോഷങ്ങളും തടസ്സങ്ങളുമൊക്കെ മാറുന്നതാണ്. രാഹുപ്രീതിക്കായിട്ട് തിരുവാതിര, ചോതി, ചതയം നാളുകളിൽ നാഗരാജ ക്ഷേത്രങ്ങളിൽ നൂറുംപാലം വഴിപാട്, അല്ലെങ്കിൽ സർപ്പത്തിന് മഞ്ഞൾപ്പൊടി സമർപ്പിക്കുക, പട്ടും നാണയം സമർപ്പിക്കുക, അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു വഴിപാട് ചെയ്യുന്നത് നല്ലതാണ്. ഏതായാലും സർപ്പത്തിനൊരു വഴിപാട് കൊടുക്കുക. പിന്നെ ദാമ്പത്യ പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ട് നമുക്ക് ചെയ്യാവുന്നൊരു കാര്യം, തിരുവാതിര നക്ഷത്രം വരുന്ന ദിവസം ശിവപാർവതി ക്ഷേത്രത്തിൽ കൂവളമാല ശിവന് സമർപ്പിക്കുകയും പാർവതി സങ്കല്പത്തിൽ പിൻവിളക്ക് തെളിയിക്കുകയും ചെയ്താൽ വളരെ കാലമായിട്ട് നിലനിൽക്കുന്ന ദാമ്പത്യ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും. അതുപോലെ തന്നെ ശിവപാർവതി ക്ഷേത്രത്തിലെ സ്വയംവര പുഷ്പാഞ്ജലി കഴിപ്പിക്കുകയാണെങ്കിൽ നല്ല വിവാഹബന്ധം ഒത്തുവരാനായിട്ടത് സഹായിക്കും. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, വിവാഹബന്ധത്തിൽ ഒരല്പം തൃപ്തിക്കുറവൊക്കെ വരുമെന്ന്. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ശിവപാർവതി ക്ഷേത്രത്തിൽ സ്വയംവര പുഷ്പാഞ്ജലി കഴിപ്പിക്കുക, അതല്ലെങ്കിൽ ഉമാമഹേശ്വര പൂജ നടത്തുക. ഇതിലേതെങ്കിലും ഒന്ന് ചെയ്താൽ നിങ്ങൾക്ക് ഉത്തമമായ വിവാഹബന്ധങ്ങൾ ഒത്തുവരാനായിട്ട് അത് സഹായകമാണ്. പിന്നെ ജോലിക്കൊക്കെ ശ്രമിക്കുന്നവർ ഗണപതി ഭഗവാന് വഴിപാട് ചെയ്യുക. ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർ മഹാദേവന് കൃത്യമായിട്ട് വഴിപാട് ചെയ്യുക. മനോവേദനകൾ അനുഭവിക്കുന്നവർ, മനസ്സിന് പ്രയാസം, ടെൻഷന്, അമിതമായ ജോലി സമ്മർദ്ദമൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ ശിവനൊരു ധാര വഴിപാട് കൊടുത്താൽ മതി. നന്നായിട്ട് ഈ ദുഃഖങ്ങൾ കുറയുന്നതാണ്, ആ സമ്മർദ്ദങ്ങൾ കുറയുന്നതാണ്. അപ്പം ഇത്രയുമാണ് തിരുവാതിര നക്ഷത്രക്കാരുടെ പൊതുവായ ഫലങ്ങൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ വർഷം അനുഭവപ്പെടുന്നത്. അപ്പം ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ. നിങ്ങൾക്കും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കുമൊക്കെ വളരെ നല്ല ഒരു വർഷം ആശംസിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.